ഒരുക്കങ്ങളും പൂർത്തിയായി. ഇപ്പോൾ വിഴിഞ്ഞം തുറമുഖത്തേക്ക് മുഖ്യമന്ത്രി എത്തിക്കഴിഞ്ഞു. ഇനി ഉടൻ തന്നെ മുഖ്യമന്ത്രി വേദിയിലേക്ക് എത്തും. അതിനുശേഷം ഔദ്യോഗികമായ ഉദ്ഘാടന ചടങ്ങുകളിലേക്ക് കടക്കും. വിശിഷ്ടാതിഥി കേന്ദ്ര തുറമുഖ വകുപ്പ് മന്ത്രി സർബാനന്ദ സോനോവാളാണ്. അദ്ദേഹവും എത്തിയിട്ടുണ്ട്. എന്തായാലും നടപടിക്രമങ്ങളിലേക്ക് അല്പസമയത്തിനകം തന്നെ കടക്കുകയാണ്. എന്തായാലും ഈ രണ്ടാം ഘട്ട നിർമ്മാണം എന്ന് പറയുന്നത് ആദ്യഘട്ടത്തിൽ കരാർ പ്രകാരമാണെങ്കിൽ 4 ഘട്ടമായിട്ടാണ് നിർമ്മാണം പൂർത്തിയാക്കേണ്ടിയിരുന്നത്. അതായത് 1, 2, 3, 4 ഘട്ടങ്ങളായി. ഈ 4 ഘട്ടങ്ങൾ പൂർത്തിയാക്കാൻ ഉദ്ദേശിച്ചിരുന്നത് 2045 കൂടിയാണ്. പക്ഷേ ആ കരാറുകൾ പുതുക്കി 2, 3, 4 ഘട്ടങ്ങൾ ഒന്നിച്ചുകൊണ്ടാണ് ഇപ്പോൾ 2028 ഡിസംബറിൽ പൂർത്തിയാക്കാൻ പോകുന്നത്. ഈ 2028 ഡിസംബറിൽ പൂർണ്ണ തോതിൽ ഒരു തുറമുഖ നിലയിൽ വിഴിഞ്ഞം തുറമുഖം മാറും. അതിന്റെ നിർമ്മാണ ഉദ്ഘാടനമാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. തുടർന്നുള്ള വളരെ വേഗത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങളിലേക്ക് കടക്കുകയും ചെയ്യും. എന്തായാലും ഇതിൽ ഏറ്റവും സുപ്രധാനം ഈ വിഴിഞ്ഞത്തിന്റെ ശേഷി വർദ്ധിക്കുന്നു എന്നുള്ളതാണ്. നിലവിൽ 800 മീറ്ററാണ് ബെർത്ത്. 800 മീറ്റർ ബെർത്ത് നീളം അത് 2000 മീറ്ററായി മാറും. അതായത് 2 കിലോമീറ്ററിലധികം നീളുന്ന ബെർത്ത് ഉണ്ടാകും. ഒരേ സമയം 4, 5 മദർഷിപ്പുകൾക്ക് നങ്കൂരമിടാൻ കഴിയുന്ന രീതിയിലുള്ള ബെർത്തായിരിക്കും വരിക. 1 ലക്ഷം കണ്ടെയ്നറുകൾ സൂക്ഷിക്കാൻ തരത്തിൽ ശേഷിയും വർദ്ധിക്കും. ഒപ്പം 4 കിലോമീറ്ററിലധികം നീളമുള്ള പുലിമുട്ടും ഉണ്ടാകും. ഒപ്പം ഇതേ രീതിയിൽ ഒരു ഫീഡർ തുറമുഖം എന്ന നിലയിലായിരുന്നു ഇതുവരെ വിഴിഞ്ഞം തുറമുഖം പ്രവർത്തിച്ചിരുന്നത്. അതായത് ട്രാൻസ്മിഷൻമെന്റ് തുറമുഖം എന്ന നിലയിൽ. എന്നാൽ അത് റോഡ് മാർഗമുള്ള ചരക്ക് ഗതാഗതം കൂടി ആരംഭിക്കാൻ പോവുകയാണ്. റോഡ് മാർഗമുള്ള ചരക്ക് നീക്കം, അതായത് ഹൈവേയിലൂടെ ഈ കണ്ടെയ്നറുകൾ കണക്ട് ചെയ്യാനുമുള്ള സർവീസ് റോഡ് അടക്കമുള്ളവയുടെ നിർമ്മാണ ഉദ്ഘാടനവും ഇതിനോടൊപ്പം നടക്കുകയാണ്. എന്തായാലും 2045 നിർമ്മാണം പൂർത്തിയാക്കുമെന്ന് കരുതിയിരുന്ന കരാറാണ് വീണ്ടും മാറ്റിയത്. 2028 ഡിസംബർ എന്ന നിലയിലേക്ക് മാറ്റിയത്. എന്തായാലും അതിന് കാരണവുമുണ്ട്. കാരണം വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ റെക്കോർഡ് രീതിയിലുള്ള കപ്പലുകളും കണ്ടെയ്നർ മാറ്റവുമാണ് ഇവിടെ നടന്നത്. കാരണം ഈ 2025 മെയ് 2-ാം തീയതിയാണ് പ്രവർത്തനോദ്ഘാടനം പ്രധാനമന്ത്രി നടത്തുന്നത്. അതിനു മുൻപ് തന്നെ ഈ വിഴിഞ്ഞം തുറമുഖത്തിന്റെ പ്രവർത്തനം ആരംഭിച്ചു തുടങ്ങിയെങ്കിലും 2025 മെയ് 2-ന് ശേഷം വലിയ രീതിയിലുള്ള ചരക്ക് ഗതാഗതം വിഴിഞ്ഞം തുറമുഖവുമായി കേന്ദ്രീകരിച്ച് നടന്നു. ഇതുവരെ 700 കപ്പലുകളാണ് വന്നു പോയത്. ഏകദേശം 15 ലക്ഷത്തിലധികം കണ്ടെയ്നറുകൾ മാത്രം ഈ വിഴിഞ്ഞം തുറമുഖം വഴി ഓപ്പറേറ്റ് ചെയ്തു. അതിനി കൂടാൻ പോവുകയാണ്. പൂർണ്ണതോതിൽ 2028 ആകുന്നതോടുകൂടി ഇത് ഒരു വർഷം 55 ലക്ഷം കണ്ടെയ്നറുകൾ ഓപ്പറേറ്റ് ചെയ്യാവുന്ന രീതിയിൽ മാറ്റാവുന്ന രീതിയിലേക്ക് വിഴിഞ്ഞം തുറമുഖം മാറും. എന്തായാലും കേരളത്തിന്റെ സാമ്പത്തിക നിലയിലും വലിയ രീതിയിലുള്ള സംഭാവന നടത്താൻ പോകുന്നതാണ് വിഴിഞ്ഞം തുറമുഖം. ഇതുവരെയുള്ള അതായത് ഏകദേശം ഒരു വർഷത്തെ വരുമാനം മാത്രം 106 കോടിക്ക് മുകളിൽ സംസ്ഥാന സർക്കാരിന് ലഭിച്ചു കഴിഞ്ഞു നികുതി ഇനത്തിൽ മാത്രം. ഈ രീതിയിൽ അടിസ്ഥാന സൗകര്യത്തിലടക്കം വലിയ രീതിയിലുള്ള സംഭാവനകൾ വിഴിഞ്ഞം തുറമുഖം കേരളത്തിന് സംഭാവന ചെയ്യും. ആ ഒരു സാഹചര്യം കൂടി കണ്ടുകൊണ്ടാണ് വളരെ വേഗത്തിലുള്ള നിർമ്മാണവുമായി ഇപ്പോൾ അദാനി പോർട്ട് മുന്നോട്ട് പോകുന്നത്. പ്രജൻ.